കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു പറയാൻ പറ്റില്ല. അതെ, പറഞ്ഞിട്ടുണ്ട്. മോങ്ക് ആയിരുന്നു എന്ന്. അതാണ് ആകാശിക് റെക്കോർഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശിക് റെക്കോർഡ് കുട്ടിക്കാലത്ത് അവർക്ക് സംഭവിക്കപ്പെട്ട ചില ട്രോമാസിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാം. പുള്ളിക്കാരി ഒരു 4 വർഷത്തോളമായിട്ട് പുള്ളിക്കാരി പറയുന്ന പുള്ളിക്കാരിയുടെ മൈൻഡിനെ വേറെ ആരൊക്കെയോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. മെഡിസിൻ മാത്രമല്ല നമ്മൾ ഏതൊരു അസുഖത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ പ്രതിവിധി. ഹായ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹോളിസ്റ്റിക് ഹീലിംഗ് തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും കൂടിയായ ഷാഹിദ ഷെയ്ഖ്. ഷാഹിദ മാം, വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മാം, നമ്മുടെ ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ മാമിനെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നല്ലൊരു കണ്ടന്റ് കിട്ടണം എന്നതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം മാമിന് ഈ ഒരു അവസരത്തില് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഞാനൊരു സ്പിരിച്വൽ ഹീലിംഗ് തെറപ്പിസ്റ്റ് കൂടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ സോള്, മൈൻഡ്, ബോഡി അല്ലേ, നമ്മൾ എന്ന് പറയുന്ന ഒരു ശരീരത്തെ കണക്ട് ചെയ്യുമ്പോൾ സോളിനെ ആദ്യം കണക്ട് ചെയ്യണം. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കർമ്മകൾ ക്യാരി ചെയ്തുകൊണ്ടാണ് ഒരു ജന്മം എടുക്കുന്നത്. അതിൽ നിന്ന് തുടങ്ങാം. ഒരു മനുഷ്യൻ രൂപപ്പെടുന്നതിൻ്റെ, ഒരു ജന്മം രൂപപ്പെടുന്നതിൽ തന്നെ തുടങ്ങാം. നിങ്ങളുടെ പുതിയ ചാനലായതുകൊണ്ട് തന്നെയും ആ ഒരു നമ്മൾ ജനിക്കുന്നതിൽ നിന്ന് ഒരു ഉത്ഭവിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ടല്ലോ, അതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എന്ന് പറയുന്ന സോള് റലത്തിൽ നിൽക്കുമ്പോൾ, യൂണിവേഴ്സൽ റലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കർമ്മയെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരണം എന്നൊരു തീരുമാനമുണ്ട്, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ്, ആ റലത്തിൽ നമ്മൾ ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ആ ഒരു പവർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരം എടുക്കുന്നു. ആ ശരീരത്തെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ശരീരത്തെ അച്ഛൻ, അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അച്ഛനും അമ്മയെയും നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ആ ഒരു സോള് ക്യാരി ചെയ്യുന്ന ആ ഒരു ബോഡിയാകുന്ന വസ്ത്രം, ശരീരമാകുന്ന വസ്ത്രത്തെ നമ്മൾ സ്വീകരിച്ച ശേഷം അതിനെ ഭൂമിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അച്ഛനെ അമ്മയെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഭൂമിയെ കുറിച്ചിട്ടോ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ജീവിതത്തെ കുറിച്ചിട്ടോ സ്പിരിച്വാലിറ്റിയെ കുറിച്ചോ ഡിവൈനിറ്റിയെ കുറിച്ചോ ലൈഫ് എന്താണെന്നോ ഒന്നും അറിയില്ല. നമ്മൾ അവിടെ കർമ്മ തീർക്കാം എന്നൊരു എഗ്രിമെന്റ് ചേർത്ത് വെച്ചിട്ടാണ് വരുന്നത്. അത് ഒരു 4 വയസ്സ് വരെയൊക്കെ ആ ഒരു ഓർമ്മയിലായിരിക്കും നമുക്ക്. ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ടോ? നോ പ്രോബ്ലം. മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് ഇത്തരത്തിലൊരു എന്തുകൊണ്ട് വന്നു എന്നുള്ളത്, ഇത്തരത്തിലൊരു ഇതിൽ വരിക എന്നുള്ളതല്ല. ഒരു സൈക്കോളജിസ്റ്റിന് അടുത്തുനിന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോ എനിക്ക് കർമ്മ, ഇപ്പം പറയുവാണെങ്കിൽ ഇതൊരു മുൻജന്മം, പുനർജന്മം, ഇതൊക്കെ ഇത് കണക്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. കണക്ട് ചെയ്യുന്നു, വണ്ടറായിട്ട് തോന്നുന്നു. അതെ, ആശ്ചര്യം തോന്നാം. ശരിയാണ്. ഞാൻ സൈക്കോളജി എന്നുള്ള അതിനെക്കുറിച്ച് പഠിച്ച് ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ വന്ന ഒരു ഇൻസിഡൻ്റ് ആണ് എന്നെ സ്പിരിച്വൽ വേയിലേക്ക് കൊണ്ടുപോയത്. ആ സ്പിരിച്വൽ വേയിൽ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത്. എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ഡിവൈനിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. ആ ഒരു മനസ്സിലാക്കലാണ് എൻ്റെ ജീവിതത്തിനെ ഒന്ന് തിരിച്ചുവിട്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം നമ്മളെന്ന് പറയുന്ന ജന്മമെടുത്ത ആ ഒരു സോള് ഉൾക്കൊണ്ട് നിൽക്കുന്ന ശരീരമാകുന്ന വസ്ത്രം ജീവിക്കുകയാണ്. 4 വയസ്സ് വരെയുമാണ് നമുക്ക് ആ റലത്തിലെ ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കൊരു 3 വയസ്സ് വരെയുള്ള ഓർമ്മകളെയൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ തലത്തിൽ നിൽക്കുന്ന ഓർമ്മകളാണ്. ഏഞ്ചൽസ് കണക്ട് ചെയ്യുന്ന സമയം നമ്മൾ വെറുതെ ചിരിക്കുക, കരയുക, കുഞ്ഞുമക്കളെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ പറയാറുണ്ട്, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നുണ്ട്, അത് ഏഞ്ചൽസ് വരുന്നതാണ്, ദേവന്മാര് വരുന്നതാണ്, ഇല്ലേ, മലക്കുകൾ വരുന്നതാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് പറയും. വളരെ ശരിയായ കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പാതി എന്ന് പറയുന്നത് 1 to 7, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളിതെല്ലാം കടന്നു വരികയാണ്. പിന്നെ മാതാപിതാക്കളിലൂടെ നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ്. അതിനുശേഷം 7 to 14 നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. സമൂഹത്തിൽ
ഒരുപാട് കാര്യങ്ങൾ സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കുറേയേറെ കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നു. അതിനുശേഷം 14 to 21 ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ പറയില്ല അഡോളസൻസ് പീരീഡ്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വരുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു 14 to 21 എന്നുള്ള തലത്തിൽ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ലൈഫിൽ പഠിച്ച കാര്യങ്ങൾ എന്താകണം, ലൈഫ് പർപ്പസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് സോൾ പർപ്പസ് അവിടെ സൈലന്റ് ആണേ. സോൾ പർപ്പസ് നമുക്ക് അവിടെ ഒന്നും ആ സമയത്തൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈഫ് പർപ്പസിലേക്കാണ് പോകുന്നത്. ഡോക്ടർ ആവണം, വക്കീലാവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം, ബിസിനസ് മാൻ ആവണം, ആർട്ടിസ്റ്റ് ആവണം, അങ്ങനെ പോകുന്നു നമ്മുടേതായ ഇഷ്ടങ്ങൾ. അതിനുവേണ്ടി നമ്മൾ എത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കിതിലെല്ലാം ഒരു വിരസത, അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റെന്തിനോ ആണ് ജനിക്കപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ഇതല്ലല്ലോ എൻ്റെ റൂട്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം. കുറച്ച് പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ വേറെ രീതിയിലേക്ക് പഠനം കൊണ്ടുപോയി റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾക്ക് സംഭവിക്കപ്പെടാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വയം ഒരു തിരിച്ചറിവ് എന്ന് പറയില്ലേ, എനിക്കിതല്ലായിരുന്നു വേണ്ടിയിരുന്നത്, ഇവിടെ ഒരു വിരക്തി സംഭവിക്കുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. MBBS എടുത്തിട്ട് പാതി കാലം വെച്ചിട്ട് അത് നിർത്തി വേറെ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് തലങ്ങളാണ്. ഈ ഡോക്ടർ ആവാൻ വരുന്ന കുട്ടി എന്താണ് എഞ്ചിനീയറിംഗിലേക്ക് പോയത്? ഒരു പക്ഷേ ആ കുട്ടിയുടെ സോൾ പർപ്പസിൽ അങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ടാവും, നമ്മൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ ഈ സ്പിരിച്വൽ വേയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിനെ വിധി എന്ന് പറയാൻ പറ്റുമോ? വിധി ഒരു പരിധി വരെയും ഇത് വിധിയൊക്കെ തന്നെയാണ്. പക്ഷെ വിധിയെ മാറ്റാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വിധിയെ മാറ്റാൻ നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ സുധാചന്ദ്രൻ, മയൂരി എന്ന് പറയും, എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ഡാൻസറാണ്. ഇപ്പോഴും അദ്ദേഹം അവർ ആർട്ടിസ്റ്റാണ്. നമ്മൾ സീരിയൽസിലൊക്കെ കാണാം. സുധാചന്ദ്രൻ കേട്ടിട്ടുണ്ടോ? മനസ്സിലായി. ആ കാല് നഷ്ടപ്പെട്ടത്, അവരുടെ കാല് നഷ്ടപ്പെട്ട സമയത്ത് അത് വിധിയാണ് എന്ന് കരുതി അവരിരുന്നില്ല. അവർക്ക് വലിയൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അവർ 2 വർഷം കൊണ്ട് ജയ്പൂർ കാലും ഫിറ്റ് ചെയ്ത് അവരിറങ്ങി. അത് വിധിയെ തളർത്തിയതല്ലേ അവരെ? പക്ഷേ ആ വിധിയെ തളർത്തിയ വിധിയെ അവര് വിജയിച്ചു കാണിച്ചു. ഇന്ന് നമുക്കൊക്കെ ഉദാഹരണം ഇങ്ങനെ പറയാനായിട്ട് നമ്മളിവിടെ അവരെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സംതിങ് ഡിഫറെന്റ് ആയ ഒരു സിഗ്നേച്ചർ തന്നെ അവശേഷിപ്പിക്കാൻ അവരുടെ ലൈഫിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു പക്ഷേ അവരുടെ സോൾ പർപ്പസിൽ അത്രയും മേലെ നിൽക്കുന്ന ഒരു ഡാൻസർ ആവാനുള്ളൊരു വിധി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന വിധി തന്നെ തിരിച്ചൊന്ന് പ്രവർത്തിച്ച സമയത്ത് അതിനെ മറികടക്കുന്ന വിധി ആ സോൾ പർപ്പസ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി നിന്നു കൊടുത്തു. അത് നമ്മുടെ സ്ട്രെങ്ത് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഈ പറയുന്ന ജീവിതത്തിന്റെ ഒരു പാതി എത്തുമ്പോഴേക്കും നമുക്കൊരു വിരസതയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവും, ജോലി നേടിയിട്ടുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ചില ഇൻസിഡൻസ് നമ്മളെ ധാരാളമായിട്ട് അങ്ങ് തളർത്തും. ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി, റിലേഷൻഷിപ്പ്, ഏതെല്ലാം വിധത്തിലാണോ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക, വേദനകൾ വരിക എന്ന് നമുക്ക് പറയാനായി പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇത് എന്താ സംഭവിച്ചേ? ഒരു സ്മൂത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് പറന്നുകൊണ്ടിരുന്ന സംഭവം ഇതെന്താണിത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തേടി നടക്കുന്ന സിറ്റുവേഷനിലായിരിക്കും സ്പിരിച്വാലിറ്റിയിലേക്കുള്ള യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ലൈഫിലും അങ്ങനെയാണ് സംഭവിച്ചത്. സൈക്കോളജി എന്നുള്ള ഒരു തലത്തിൽ നിൽക്കുക തന്നെ ഒരു വലിയൊരു അപകടം എനിക്ക് സംഭവിച്ചു വർഷങ്ങൾക്കപ്പുറത്തേക്ക്. ഞാൻ പല ഇന്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഈ അപകടം എന്നെ ചിന്തിപ്പിച്ചത് മുന്നോട്ടിന് ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ് ചിന്തിപ്പിച്ചത്. അത്രയുമേലൊരു വലിയൊരു അപകടമായിരുന്നു. മരിച്ചു എന്ന് തന്നെ പറയാം, മരിച്ച് പുനർജനിച്ച് വരിക എന്നുള്ളത്. അതിനുശേഷം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എൻ്റെ പാരൻസും വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ ആ സമയത്ത് നിന്നു എന്നുള്ളത് തന്നെയാണ്. താങ്ക്സ് ടു യൂണിവേഴ്സ്, താങ്ക് ഗോഡ്, താങ്ക്സ് ടു അല്ലാഹ്. കാരണം ആ സമയത്ത് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടിന്, ഒരു ഫിസിക്കൽ സപ്പോർട്ടിന് ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ തിരിച്ചു കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന, അതായത് ഈ ശ്വാസം എത്ര നിന്നു പോയാൽ, മരിച്ച് തിരിച്ചു വന്ന ഒരാളാണല്ലോ, അപ്പോൾ ശ്വാസം നിന്നു പോകുമ്പോഴുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ റീകളക്ട് ചെയ്യും. ആ ഒരു എന്തൊക്കെയോ ശബ്ദങ്ങളോ എന്തൊക്കെയോ പ്രകാശമോ ഒക്കെ ഞാൻ ആ സമയത്ത് കണ്ടു എന്നുള്ളത് എനിക്ക് അവ്യക്തമായ ഒരു ഓർമ്മയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമല്ല.
ഞാനിതിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് റീകളക്ട് ചെയ്യുമല്ലോ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്, എങ്ങനെയാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതിനുശേഷമാണ് എൻ്റെ റെസ്റ്റിംഗ് പീരീഡിലാണ് എനിക്ക് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി തുറന്നു വന്നത്. അപ്പോഴേക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തകർന്ന് തരിപ്പണം എന്ന് പറഞ്ഞാൽ വേദനയുടെ അങ്ങേ അറ്റം അനുഭവിക്കുക എന്ന് പറയില്ലേ, അത്രയുമേൽ വേദന അനുഭവിച്ചു. എൻ്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന സമയത്താണ് പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലിങ്സ് എനിക്ക് കണക്ട് ചെയ്തത്. അതെനിക്ക് അറിയില്ല മെഡിറ്റേഷൻ എന്താണെന്നോ സ്പിരിച്വാലിറ്റി എന്താണെന്നോ ഒന്നും അറിയില്ല. ഡിവൈനിറ്റി ഉണ്ട്, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന്നുമുണ്ട്. എന്നാൽ കൂടിയും എന്താണ് ഇത് കണക്ട് ചെയ്യുന്നത്, എന്താ ഇനി മെഡിസിൻ എടുത്തതിൻ്റെ പല ഹാലൂസിനേഷൻ ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂല. കാരണം നമുക്ക് ഈ ഒരു മേഖല അറിയാവുന്നത് കൊണ്ട് എനിക്കെന്തോ പ്രശ്നം പറ്റി, മാനസികമായിട്ട് എനിക്കെന്തോ പ്രശ്നം പറ്റി എന്നുള്ള രീതിയിലാണ് എൻ്റെ ചിന്തകൾ പോകുന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കെന്തോ കാര്യമായ തകരാറ് സംഭവിക്കുന്നുണ്ട് തോന്നുന്നു, എൻ്റെ ബ്രെയിൻ ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട്, ഫോഗി ആകുന്നുണ്ട്, എനിക്കൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, ഇത് ചിലപ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു. ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ റിലാക്സ് ആയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിന്നാണ് എൻ്റെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് മെഡിറ്റേഷൻ്റെ തലം എനിക്ക് മനസ്സിലായത്. ഞാൻ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടുള്ള മെഡിറ്റേഷൻ്റെ തലത്തിൽ ഞാനപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നമ്മുടെ ശ്വാസം ഒരു മിനിറ്റിൽ എത്ര ശ്വാസം എടുക്കാൻ പറ്റും ഒരു മനുഷ്യന്, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതി വേണ്ടേ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പല വർണ്ണങ്ങൾ, പല കളറുകൾ, ഞാൻ ഫ്ലൈ ചെയ്യുന്ന പോലെ, ഏതോ ഒരു തലത്തിലേക്ക്, ഏതോ ഒരു റലത്തിലേക്ക് ഞാൻ സഞ്ചരിക്കുന്ന പോലെ, എന്തൊക്കെയോ ഇൻറ്റ്യൂഷൻസ് എനിക്ക് വരുന്ന പോലെ, വിസ്ഡം ഓപ്പൺ ആവുന്ന പോലെ, വ്യക്തമല്ല പക്ഷെ ഇതൊക്കെ എന്നിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ വരുന്നു സ്ലോലി. ഒരുപാട് ചിന്തകൾ എന്നെ മതിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ ഞാൻ ഒരു ചിന്തയും ഇല്ലാത്തൊരു ഒരു സെറ്റിലാവുക, സമാധാനം വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. അവിടെ വീണ്ടും ഇതെന്താണ് എന്നുള്ള അറിയാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്തു. ഗൂഗിൾ ഡോക്ടറാണല്ലോ ചില സമയത്തൊക്കെ നമ്മളെ സഹായിക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് മെഡിറ്റേഷൻ ആണ്, മെഡിറ്റേഷൻ്റെ വാല് പിടിച്ച് സഞ്ചരിച്ചപ്പോഴാണ് ഇത് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലായത്. അവിടെ നിന്നുള്ള ഒരു യാത്രയിലൂടെ ഞാൻ ഇന്ന് ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജിയിൽ സ്പിരിച്വാലിറ്റിയിൽ ഒരു തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതായിരുന്നു എൻ്റെ ആ ഒരു ജേണി എന്ന് വേണമെങ്കിൽ പറയാം സ്പിരിച്വാലിറ്റിയിലേക്ക്. ഇന്നിപ്പോൾ 10-14 വർഷത്തിലേറെയായി സ്പിരിച്വൽ വേയിലുള്ള തെറപ്പിയാണ് ചെയ്യുന്നത്. ധാരാളം ക്ലയൻസ് കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യാനും അവരുടെ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ സോൾ പർപ്പസ് അതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഒരാള് ഒരു പ്രശ്നമായിട്ട് സമീപിക്കുമ്പോൾ അതിനെ സൈക്കോളജി പരമായിട്ടാണോ അതോ സ്പിരിച്വൽ പരമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? അത് ഫസ്റ്റ് നമ്മൾ അവരെ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചത്? സൈക്യാട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുതിർന്ന ഒരു തലമാണ്. അത് ഡോക്ടേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. മെഡിസിൻ ആണ് അവർ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ തലത്തിലേക്ക് നമുക്ക് യാതൊരു പങ്കുമില്ല. മെഡിസിൻ ഇല്ല, ഒരു പങ്കുമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ പറയുന്നതിൽ കാര്യമില്ല. അതെൻ്റെ മേഖലയേ അല്ല. സൈക്കോളജി എന്ന് പറയുമ്പം നമ്മളൊരു സന്തത സഹചാരിയായ ഒരു കൂട്ടുകാരി എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളോട് കണക്ട് ചെയ്യുമ്പം എന്താണ് അവരുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ട്രോമ വന്നത്, ഡിപ്രഷൻ വന്നത്, സ്ട്രെസ്, ആങ്സൈറ്റി, ഫോബിയ, മാനിയക്കായ സിറ്റുവേഷൻ. മെഡിസിനൊക്കെ എടുത്തിട്ട് മാനിയക്കായ സിറ്റുവേഷൻസ് ഉണ്ട്. വെറുതെ നടക്കുക, ചവയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ചൂ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ മാനിയക് സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ വരും. ചെയ്തത് വീണ്ടും ചെയ്യുക, സ്ട്രെസ് ബൈയിങ്, സ്ട്രെസ് ഈറ്റിംഗ്, അങ്ങനെയൊക്കെ മാനിയക് സിറ്റുവേഷനിൽ വരാറുണ്ട്. ഓവറായിട്ട് വണ്ണം വെക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ മെന്റൽ ഹെൽത്തിന്റെ മെഡിസിൻ എടുക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ ഒന്ന് സഹായിക്കുക. എന്താണ് അവരുടെ പ്രോബ്ലം, അതിന് തെറപ്പി കൊടുക്കുക, അതിലൂടെ അവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. മെഡിസിൻ ഓഫ് കോഴ്സ് മെഡിസിൻ്റെ യൂസ് ഉണ്ട്. പക്ഷേ മെഡിസിൻ മാത്രമല്ല നമ്മൾ ഏതൊരു അസുഖത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ പ്രതിവിധി. അതിനെക്കുറിച്ച് തെറപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ലൈഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ലൈഫ് നമ്മളോട് റിയാക്ട് ചെയ്യുള്ളൂ. ആ ഒരു റിയാക്ഷൻ ഈക്വൽ ആയൊരു വേവ് ലെങ്ത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒരു തെറപ്പിസ്റ്റിൻ്റെ നമുക്കൊരു ആവശ്യം ഉണ്ട്.
ഞാനേ ഇപ്പൊ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഈ കഴിഞ്ഞടുത്ത് ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. അപ്പൊ ആ സമയത്ത് കുട്ടിയല്ല, ഒരു 40+ ഏജ് ഉള്ളൊരു പുള്ളിക്കാരിയാണ്. പക്ഷെ പുള്ളിക്കാരി ഒരു 4 വർഷത്തോളം ആയിട്ട് പുള്ളിക്കാരി പറയുന്ന പുള്ളിക്കാരിയുടെ മൈൻഡിനെ വേറെ ആരൊക്കെയോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ എന്താ പറയാ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കമാൻഡ് ചെയ്യുന്നു, പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിക്കുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ടോർച്ചറിങ് ആണ്. ഈ രാത്രിയിൽ ഫുള്ള് ഇവര് സംസാരിക്കുന്നത് ഫുള്ള് പുള്ളിക്കാരിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ, ഹാലൂസിനേഷന്റെ ഒരു അവസ്ഥകൾ ഉണ്ടാവും. ചില ലൈഫിനെ കണക്ട് ചെയ്യുന്ന ചില ട്രോമ സിറ്റുവേഷൻസിലൊക്കെ കുട്ടിക്കാലത്തുള്ള ഇന്നർ ചൈൽഡ് ബേൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുട്ടിക്കാലത്ത് അവർക്ക് സംഭവിക്കപ്പെട്ട ചില ട്രോമാസിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാം. ഹാലൂസിനേഷൻ സംഭവിക്കപ്പെടാം. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഓരോ കാര്യത്തെ തന്നെ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന അതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഓഫ് കോഴ്സ് അത് സംഭവിക്കപ്പെടാനുള്ള ചാൻസസ്. ഇങ്ങനെ പറയുന്നേ കം വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെന്ന്. അതില് സ്പിരിച്വൽ വേയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പം ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അവരെ കണക്ട് ചെയ്യുന്നുണ്ടോ? ഈ കുട്ടി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കിടക്കാൻ നേരമാണ് ഫസ്റ്റ് ടൈം സംഭവിക്കപ്പെട്ടത്. മുൻപ് ഒരു ആണിന്റെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നത്. ഇപ്പൊ ചുമ്മാതായിരിക്കും കരുതി വിട്ടു. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ കേട്ടു. അത് ഈ കം വിത്ത് മീ എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കലായി, പിന്നെ 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 കമാൻഡ് ചെയ്യലായി. ഒരാളെന്നുള്ളത് 2 ആളായി, 3 ആളായി, ഇപ്പൊ 4 ആളായെന്ന്. നൈറ്റിൽ ഫുള്ള് ഇവർക്കിടയിലെ സംസാരങ്ങളും ഈ എന്താ പറയാ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങള്, സെക്ഷൽ ടോക്കുകള്, ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ആ കുട്ടിയുടെ ഫാമിലി ലൈഫ് മൊത്തമായിട്ട് തകർന്നു. ഹസ്ബൻഡ് ഉപേക്ഷിച്ചു, മക്കള് പോയി. ഇപ്പൊ എറണാകുളത്തുണ്ട് പുള്ളിക്കാരി. ഏതെങ്കിലും രീതിയിലുള്ള ഫോബിയ, പേടി ഈ കുട്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഭയങ്കര മോശം കണ്ടീഷൻ ആളുടെ. ഞാൻ പോലും ഇപ്പം ഞാനൊരു 3 വർഷമായിട്ട് നിങ്ങളെ പോലുള്ള ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതുപരമായിട്ട് ഒത്തിരി എക്സ്പീരിയൻസുകൾ കേട്ടിട്ടുണ്ട്. എന്നെ ആയാലും ഒരുപാട് പേര് കണക്ട് ചെയ്യാറുണ്ട്. എൻ്റെ അവസ്ഥ ഇന്നതാണ്, എനിക്ക് ആരെങ്കിലും ഒന്ന്, ഞാൻ ആരെ കാണണം എന്ന് എൻ്റെ അടുത്തും ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പം എന്തോ പോലെ ആയിപ്പോയി. അതിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് അത് സത്യത്തിൽ. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചില്ല അവര്? ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. മാത്രമല്ല ഇപ്പൊ ആ കുട്ടി പറയുന്നേ, അവള് ഒരിക്കൽ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നു. വന്ന സമയത്ത് പറയുന്നത് അവളൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി ഒരു 1 hour കഴിയുമ്പോഴത്തേക്കും അവൾ എവിടെയാണെന്ന് അവളോട് പറയുന്നു. എനിക്ക് വിചിത്രമായിട്ട് തോന്നി. ചെറുതായിട്ട് എനിക്ക് പേടിയും തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇപ്പം നമ്മൾ പലതും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്ത്, ഇല്ലേ? നമുക്ക് ചുറ്റുപാടും കാണുന്ന, അറിയുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു തലമുണ്ട്. നെഗറ്റീവ് ഊർജത്തിന്റെ, നെഗറ്റീവ് ഓമന്റെ തലമുണ്ട്, പോസിറ്റീവായ ഒരു തലവുമുണ്ട്. നെഗറ്റീവ് ഊർജത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കപ്പെടാൻ അവരുടെ ഉള്ളിലെ പേടി കൂടുതൽ അട്രാക്ട് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ കണ്ടീഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? പാസ്റ്റ് ലൈഫിൽ, ചൈൽഡ്ഹുഡിൽ ഏതെങ്കിലും രീതിയിൽ ട്രോമാറ്റിക് ആയ സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഫാമിലിയിലെ ഇഷ്യൂസ്, പാരൻസിനിടയ്ക്കുള്ള ഇഷ്യൂസ്, ഇതൊക്കെ ഇതിന് ഘടകങ്ങളാണ്, കാരണങ്ങളാണ്. അപ്പം ആദ്യം തന്നെ ഒരു സൈക്യാട്രി, ഒരു ഡോക്ടറെ കാണിക്കുക. സൈക്യാട്രിസ്റ്റിനെ കാണിച്ച ശേഷം അവരതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു ഹാലുസിനേഷൻ മൈൻഡിൽ അവരെ റീഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഹിപ്നോട്ടിസത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അതും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള, ഇനിയിപ്പോൾ അവർ സ്പിരിച്വൽ വേ എന്ന് പറയുമ്പം ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു തലമുണ്ട്. അപ്പോൾ ആ തലത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എലിജിബിൾ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും കണക്ട് ചെയ്തിട്ട് 2 വിധത്തിലും നോക്കാം. മരുന്നും മന്ത്രവും വേണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ ഏതൊരു കാര്യത്തിലും 2 വിധത്തിലുള്ള ഒരു അപ്രോച്ച് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്തിനും ഏതിനും ഗൂഗിൾ ആണല്ലോ. അപ്പൊ ഞാനും ഇത് കേട്ടപ്പോ തന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു. അപ്പൊ നോക്കിയപ്പോഴാണ് ഒരു V2K എന്ന് പറയുന്ന, അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. നമ്മുടെ തലച്ചോറിലേക്ക്
സന്ദേശങ്ങളെ അയച്ചുകൊണ്ട് മൈൻഡ് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അതാണ് ഹിപ്നോട്ടിസം എന്ന് ഞാൻ പറഞ്ഞത്. ഹിപ്നോട്ടിസത്തിന്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചെറിയൊരു റിസൾട്ട് ഇൻ ദ സെൻസ് എന്തുകൊണ്ട് വൈ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഡോക്ടർ ജോർജ് മാത്യു സർ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഇതിന്റെ എക്സ്പേർട്സ് ആണ്. അദ്ദേഹത്തെയൊക്കെ സമീപിച്ചാൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഞാൻ അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ പാരസൈക്കോളജിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ഒരു എമൗണ്ട് ഓഫ് നോളജാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം അതൊക്കെ അദ്ദേഹത്തെയൊക്കെ കണക്ട് ചെയ്ത ഒരു പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ എടുക്കാനായിട്ട് സാധിക്കും തോന്നുന്നു. മാം അപ്പൊ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ വരില്ലേ? അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് വിശ്വാസമല്ല, കൈൻഡ് ഓഫ് എനർജി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു എനർജി, നെഗറ്റീവായിട്ടുള്ള അങ്ങനെ ഒരു എനർജിയുടെ ഒരവസ്ഥ അവിടെ സംഭവിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഒരാൾ ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് നമുക്കത് കംപ്ലീറ്റ്ലി തള്ളിക്കളയാനാവില്ല, എന്നാൽ കംപ്ലീറ്റ്ലി വിശ്വസിക്കാനും പറ്റില്ല. എല്ലാത്തിനും രണ്ട് വശമുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രീനെ സമീപിക്കുവാണെങ്കിൽ അത് മനസ്സിന്റെ പ്രശ്നമാണെന്ന് പറയും. നേരെ മറിച്ച് ഒരു മന്ത്രവാദിയെ സമീപിക്കുവാണെങ്കിൽ ബാധയാണെന്ന് പറയും. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ പറയുന്ന ഒരു സോളില് അല്ലേ, ഈ ഒരു ദേഹത്തിലുമാണ്. ഈ ദേഹം നമ്മുടെ അല്ല എന്നൊരിക്കല് ലെന പറഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും അതിനെ വളരെ വലിയ രീതിയിൽ അത് ട്രോൾ ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാ. ഓരോ ജന്മം എടുക്കുമ്പോഴും നമ്മള് മാറി വെക്കുന്ന വസ്ത്രമാണ് ഓരോ ജന്മത്തിലെയും നമ്മുടെ ശരീരം. കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു പറയാൻ പറ്റില്ല. അതെ, മോങ്കായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആകാശിക് റെക്കോർഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം എന്ന് പറയും.